ഹലോ മക്കളെ, മിക്ക വർഷങ്ങളും പല കുട്ടികളും ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് +1 +2 പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് പറയുന്നൊരു ഡയലോഗാണ്, സാർ പരീക്ഷ ഈസി ആയിരുന്നു പക്ഷേ എഴുതി തീർക്കാൻ സമയം കിട്ടിയില്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കാരണം ഈ വീഡിയോയിൽ ഞാൻ വെറുതെ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ല, ആക്ച്വലി ബുദ്ധിപരമായിട്ട് കുറച്ച് ലോജിക്കലായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ടൈം മാനേജ്മെൻറ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ വെറുതെ പരീക്ഷയിൽ ഞാൻ സമയം ലാഭിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എഴുതുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എഴുതും, സ്പീഡ് കൂട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് ചിന്തിക്കണം. നിങ്ങൾ കുറച്ച് ചിന്തിക്കണം, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മതി. ഓക്കെ, അതായത് ആദ്യം നിങ്ങൾ പേപ്പർ ഒന്ന് മനസ്സിലാക്കുക. 2.5 മണിക്കൂറാണ് പേപ്പർ എഴുതാനുള്ളത്, 80 മാർക്കാണ് നിങ്ങൾക്ക് പേപ്പറിൽ നിന്ന് കിട്ടാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്യാവുന്നുള്ളൂ. വീണ്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.5 മണിക്കൂർ = 150 മിനിറ്റ്സ് അല്ലേ. ഈ 150 മിനിറ്റ് ഫുള്ള് നിങ്ങൾക്ക് എഴുതാൻ സമയം കിട്ടണമെന്നില്ല. അവസാനത്തെ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി സമയം വിടണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചോദ്യങ്ങളിലും ഉത്തരം എഴുതിയിട്ടുണ്ടോ, എല്ലാ ആവശ്യത്തിന് തന്നെ എഴുതിയിട്ടുണ്ടോ, ഫോർമാറ്റൊക്കെ കറക്റ്റ് ആണോ, ഡേറ്റ് കറക്റ്റ് സ്ഥലത്താണോ ഇട്ടിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അവിടെ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണ്ടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് ആ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ വലിയ ബ്ലണ്ടർ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, പിന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. കാരണം പെട്ടെന്ന് ചെയ്തു പോയതുകൊണ്ട് ചിലപ്പോൾ തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് അവസാനത്തെ 10 മിനിറ്റ് നമുക്ക് ആവശ്യമാണ്, മിനിമം ആവശ്യമാണ്. അത് 15 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 10 മിനിറ്റ് മിനിമം വേണം. അപ്പോൾ 140 മിനിറ്റേ ഉള്ളൂ നമുക്ക് എഴുതാൻ. 140 മിനിറ്റിൽ 80 മാർക്കാണ് കിട്ടേണ്ടത്. അതായത് 1 മാർക്ക് പെർ 1 മാർക്കിന് നിങ്ങൾക്ക് ചിലവഴിക്കാനുള്ള സമയം ഓൺ ആൻ ആവറേജ് 1.75 മിനിറ്റ് ആണ്. ഈ ഓരോ മാർക്ക് 1.75 മിനിറ്റിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം. അതായത് 1 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് 2 മിനിറ്റിൽ സ്പെൻഡ് ചെയ്യാം. അതെല്ലാ 1 മാർക്കിലെ ചോദ്യം അങ്ങനത്തെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഗ്രാമറൊക്കെ ആണെങ്കിൽ സമയം നിങ്ങൾക്ക് എടുക്കുമെങ്കിൽ 2 മിനിറ്റ്. 2 മാർക്കിൻ്റെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 3.5 മിനിറ്റ്. 4 മാർക്കിൻ്റെ 7, 6 മാർക്കിൻ്റെ ചോദ്യമാണ് 11 മിനിറ്റും, 8 മാർക്കിൻ്റെ ആണ് ഓൾമോസ്റ്റ് 14 മിനിറ്റും. ഇനി സാർ ഇത് എക്സാക്ട്ലി ഇങ്ങനെ എടുക്കണം എന്നാണോ? ഇല്ല, എക്സാക്ട്ലി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ 140 മിനിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പർ ഫുള്ള് തീർക്കുകയും പിന്നെ എക്സ്ട്രാ 10 മിനിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്താണ്, നമുക്ക് ഓരോ 2 മാർക്കിന് പോയിട്ട് ഞാൻ 3.5 മിനിറ്റ് ആണോ എടുക്കുന്നത്, 6 മാർക്കിന് പോയിട്ട് ഞാൻ 11 മിനിറ്റ് ആണോ എടുക്കുന്നത്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അങ്ങനെ കുറേ സമയം പോകും. സിമ്പിളായിട്ടുള്ള റൂള് പഠിക്കും. ഈ ആദ്യം നിങ്ങളൊന്ന് ബൈഹാർട്ട് പഠിച്ചേ, ഇതിൽ എഴുതി ബൈഹാർട്ട് പഠിച്ചേ. കാരണം ഇതിപ്പോൾ ഒരു പരീക്ഷ ഹാളിൽ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റില്ല. ഇത് ബൈഹാർട്ട് പഠിച്ചേ. 8 മാർക്കിന് ഞാൻ ഓൾമോസ്റ്റ് 14 മിനിറ്റ് എടുക്കുള്ളൂ. അത് 15 ആയാലും കുഴപ്പമില്ല. പക്ഷെ എന്താവാൻ പാടില്ല, 20 മിനിറ്റ് ആവാൻ പാടില്ല. എന്താവാൻ പാടില്ല, 25 മിനിറ്റ് ആവാൻ പാടില്ല. മനസ്സിലല്ലേ? 6 മാർക്കിന് 11 മിനിറ്റ്, 12 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, 13 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്താവാൻ പാടില്ല, അത് 15 മിനിറ്റ് ആവാൻ പാടില്ല, 16 മിനിറ്റ് ആവാൻ പാടില്ല. അങ്ങനെ മിനിറ്റ് ഓരോരോ അങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നമാവും. അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിക്കുമ്പോൾ തന്നെ ബൈഹാർട്ട് അടിക്കും. 1, 2, 3, 3.5, 4, 7, 6, 11, 8, 14. ഇത് ബൈഹാർട്ടാക്കി. ഇപ്പം തന്നെ ബൈഹാർട്ടാക്കി. ഇത് ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ്. കാരണം എന്താണ്, നിങ്ങൾ പേപ്പർ എഴുതാൻ തുടങ്ങുന്നു. ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്കറിയാം 8 മാർക്കുണ്ട്. 8 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി അത്രയും സമയം ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ 8 മാർക്കിൻ്റെ എത്ര സമയമായിരുന്നു, ഞാൻ തന്നെ മറന്നു നേരത്തെ പറഞ്ഞു, 14 മിനിറ്റ്. ഈ 8 മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ വേണ്ടി 14 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഓക്കെ ഇപ്പോൾ 9 മണിയായി, 9 മണിയാണ് 9 മണി, 9:15 ഞാൻ ഈ സെക്ഷൻ തീർക്കണം. ഒരു ബേസിക് ആയിട്ട് ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, പക്ഷേ ഇതെന്തായാലും തീർന്നുണ്ട്. ഇത് റൈറ്റിംഗ് സെക്ഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് എന്തായാലും നിങ്ങൾ എഴുതി വരുമ്പോഴത്തേക്ക് അത്ര സമയം എടുക്കില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് ആ 8 മാർക്ക് സെക്ഷൻ അങ്ങനെ നിങ്ങൾ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ തീർത്തിരിക്കണം, വായിച്ച് കാര്യങ്ങൾ തീർക്കാം. അത് 20 മിനിറ്റ് ആവാൻ പാടില്ല. ആ ഒരു ഇത് വെക്കണം. അപ്പോൾ 20 മിനിറ്റിലേക്കൊക്കെ പോകാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ വിടുക, എന്നിട്ട് ബാക്കിയുള്ള ചോദ്യത്തിലേക്ക് പോകാം, സ്ഥലം വിടാം. അടുത്ത സെക്ഷൻ നോക്കിക്കേ, 2 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഇത് ഗ്രാമറാണ്, കുറച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം, 2 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 3.5 മിനിറ്റേ ഉള്ളൂ. 3.5 മിനിറ്റ് മുകളിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന പോലെ തോന്നുകയാണ് വിടുക, എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാരണം ഇതിന് നിങ്ങൾ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മണ്ടത്തരായിരിക്കും. നിങ്ങൾക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ എഴുതാൻ സമയം ഉണ്ടാവില്ല. 4 മാർക്കിന് നമ്മൾ എത്ര എഴുതി പറഞ്ഞത്, ഞാൻ പറഞ്ഞു 7 മിനിറ്റ് ആണോ, 7 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, എന്ത് പോയിക്കോട്ടെ, നിങ്ങൾ ഓർത്തുക്കണം, ഞാൻ ഓർത്തുക്കണം ഇംഗ്ലീഷ്, ഞാൻ പരീക്ഷയിൽ എഴുതുന്നില്ലല്ലോ. അപ്പം 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ 7 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതും കൂടിയാണ് എഴുതുന്നത് വിചാരിച്ചു 4 മാർക്കിൻ്റെ. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സെക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ 3 ചോദ്യങ്ങളാണ് അവിടെ എഴുതുന്നത്. എത്ര ചോദ്യങ്ങൾ എഴുതണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കാം. ഇനി 5 ആണ്. അപ്പം നിങ്ങൾ ഈ സെക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ 5 എണ്ണമെങ്കിൽ എഴുതണം. എത്ര എണ്ണം ഓരോന്നിനും, 7 മിനിറ്റ് ആണ്. ഈ സെക്ഷൻ ഞാൻ 35 മിനിറ്റിലും തീർക്കുന്നു ഉറപ്പ് വരുത്തിയാൽ മതി. അത് മാക്സിമം 40 മിനിറ്റ് വരെ ഞാൻ നിർത്തും, അതിൻ്റെ മുകളിൽ ഞാൻ പോകില്ല എന്നുള്ള കാര്യം നോക്കുക. എന്നിട്ട് ഓരോ ആൻസർ എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് നിങ്ങളുടെ ക്ലോക്കോ അല്ലെങ്കിൽ ഫോണിലല്ല, കയ്യിലെ വാച്ചോ എല്ലാം നോക്കിയിട്ട്
ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കുക, 7 മിനിറ്റ് അത് മതി. അതിന് കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യണ്ട, 27 + 21 + 7 അങ്ങനെയൊന്നും വേണ്ട, 28 മിനിറ്റ്. ഓക്കെ, അടുത്ത് അങ്ങനെ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ഒരു സ്പീഡ് കിട്ടി തുടങ്ങും. മറ്റേത് ഒരു ബോധം ഇല്ലാണ്ട് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അറിയില്ല സമയം എത്രയാണ് പോകുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ പെർഫെക്റ്റ് ആക്കല്ല ഇവിടെ വിഷയം, മനസ്സിലാക്കുക. കാൽക്കുലേഷൻ പെർഫെക്റ്റ് ആക്കി പോയാൽ അതിന് സമയം പോകും. ജസ്റ്റ് നോക്കി പോവുക, ഏതാണ്ട് കറക്റ്റാണോ അങ്ങനെ നോക്കിയാൽ മതി. മനസ്സിലായി? 8 മാർക്കിലെ ചോദ്യം എത്തുമ്പോഴും നമ്മുടെ കണക്ക് പ്രകാരം എത്രയാണ്? 8 മാർക്ക് 15 മിനിറ്റ് അല്ലെ, 14-15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അവസാന സെക്ഷനിൽ എത്തുമ്പോൾ ഇത് എഴുതുമ്പോൾ ജസ്റ്റ് 15 മിനിറ്റിലേക്ക് തീർക്കണം എന്നുള്ളൊരു ധാരണ വേണം നിങ്ങൾക്ക്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, കുറച്ച് സ്പീഡ് കൂട്ടിക്കോളും. മറ്റേത് നിങ്ങൾ ഇങ്ങനെ 8 മാർക്കിൻ്റെ എഴുതി ചിലപ്പോൾ 20 മിനിറ്റ് എടുക്കും, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഈ രീതിയിൽ പോയാൽ ഒരു ഏകദേശം ധാരണ ഉണ്ടാക്കി പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇത് ഓവർ നേരത്തെ പ്ലാൻ ചെയ്യണമെന്നില്ല. അപ്പോൾ ചിലരിങ്ങനെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സാർ ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പോരെ മൊത്തം. നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ പേപ്പർ ഇതേപോലെ വന്നാലേ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഈ സെക്ഷനിൽ ഞാൻ 9 മണിക്ക് തുടങ്ങിയാൽ ഞാൻ ഇവിടെ തീർക്കും, മറ്റേ ഞാൻ ഇവിടെ വരെ തീർക്കും, ഇന്ന ടൈമിൽ ഞാൻ ഈ സെക്ഷൻ തീർക്കും, അങ്ങനെ നിങ്ങൾക്ക് വേണം ചെയ്യാം. പക്ഷേ അത് എക്സാക്ട്ലി ഇതേപോലെ പേപ്പർ വന്നാലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിനേക്കാളും ഭേദം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തോ. 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളല്ലേ വരിക. അപ്പോൾ 4 മാർക്കിൻ്റെ സെക്ഷൻ 5 × 7 ഈ 35 മിനിറ്റ് ഞാൻ തീർക്കും. 8 മാർക്കിൻ്റെ സെക്ഷൻ ഞാൻ ഇത്ര മിനിറ്റ് തീർക്കും. അങ്ങനെ വേണം ധാരണ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത് ഓൾമോസ്റ്റ് നിങ്ങളുടെ പേപ്പർ വരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ധാരണ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാൻ മനസ്സിലുണ്ടാക്കി വെക്കാം. ആ ഒരു കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. ഇനി ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ് ഒരു 4 മാർക്കിൻ്റെ സെക്ഷനിലെത്തി, ഈ ചോദ്യം നിങ്ങൾ എഴുതി തുടങ്ങി, നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നില്ല. അയ്യോ ഇതിപ്പോൾ എന്താ എഴുതുക, ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ചെയ്യരുത്. പോയിന്റ്സ് അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ ചാപ്റ്റർ അറിഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോയത്. അതിപ്പോൾ കിട്ടുന്നില്ല, പിന്നെ കിട്ടിക്കോളും. സ്ഥലം വിടുക, ഇവിടെ ഒരു ക്രോസ് മാർക്ക് വല്ല ഇടുക, ഓക്കെ, അല്ലെങ്കിൽ സർക്കിൾ ഇടുക, സ്ഥലം വിടുക. അതിന് എത്ര സ്ഥലം വിടും, എത്ര വേണം വിട്ടോ, കുറച്ച് എക്സ്ട്രാ വിട്ടോ, പിന്നെ കുഴപ്പമില്ലല്ലോ. വിട്ട് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അടുത്ത ചോദ്യത്തിന് അവസാനം വന്ന് തിരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ അപ്പോഴത്തേക്ക് പോയിന്റ്സും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും, ബാക്കിയുള്ള ചോദ്യങ്ങൾ മാർക്ക് എഴുതാനും പറ്റും. അല്ലാണ്ട് ഈ 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ വേറെ 8 മാർക്കിന് ചോദ്യം എഴുതാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിമ്പിൾ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം, മനസ്സിലല്ലേ? പിന്നെ ഓർഡറിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കേണ്ട. ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആദ്യം ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ മറ്റേ ചോദ്യങ്ങൾ ചെയ്യും. അത് ഓവർ സർക്കസ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടെക്സ്റ്റ് ബുക്ക് ഈ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും. ഞങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ ഓരോരോ സെക്ഷൻ വേണേൽ ചെയ്തോ. 4 മാർക്കിന് സെക്ഷൻ ആദ്യം തീർക്കുക, പിന്നെ 6 മാർക്കിന് സെക്ഷൻ തീർക്കുക, 8 മാർക്സിന്. അതായത് സെക്ഷൻ വിത്തിൻ ദ സെക്ഷൻ നിങ്ങൾ ഇതാക്കരുത്. ഒരു 4 മാർക്കിന് ചോദ്യം പിന്നെ ഒരു 6 മാർക്കിന് അങ്ങനെ ചെയ്യരുത്, മനസ്സിലായി? വിത്തിൻ ദ സെക്ഷൻ വേണം ചെയ്യുക. പക്ഷേ അത് അത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. കാരണം ആ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നോക്കിക്കൊണ്ടിരിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കാൻ ടീച്ചേഴ്സ് റോബോട്ടല്ല, ടീച്ചർ മനുഷ്യന്മാരാണെങ്കിൽ എന്താ പ്രശ്നം, ഫ്രസ്ട്രേഷൻ വരും അല്ലേ, ദേഷ്യം വരും. കാരണം എത്രയോ പേപ്പർ കറക്റ്റ് ചെയ്യാനുണ്ടോ, ഇങ്ങനെ നിങ്ങളുടെ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറ്റുക, നിങ്ങൾ ഭയങ്കര അടിപൊളി ഇംഗ്ലീഷൊന്നും അല്ല, നിങ്ങൾ അത്ര അടിപൊളിയായിട്ടല്ല എഴുതിയെങ്കിൽ ടീച്ചറിന് വലിയ താല്പര്യം ഉണ്ടാവില്ല കുറേ മാർക്ക് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓവർ വെറുപ്പിക്കാതിരിക്കുക. അതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഈ ടൈം മാനേജ്മെൻറ്റ് ഇതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നത്തിനൊന്നും അവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ സൊല്യൂഷൻ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടേക്കാം. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ലൈവിൻ്റെ കാര്യമൊന്നും മറക്കണ്ട. കാരണം ഇതൊക്കെ പഠിക്കുന്ന ഇതിൻ്റെ ഉത്തരങ്ങൾ പഠിക്കണ്ടേ, ആ ലൈവിലായിരിക്കും. ഇന്നും നാളെയും മറ്റന്നാളും 3 ലൈവ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.